Hello everyone. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് റെക്റ്റിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അത് വെച്ചിട്ടുള്ള രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. So the equations of rectilinear motion. When a body moves along a straight line with uniform acceleration, these are the equations that are used. V is equal to u plus at. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. That is the equation relation between velocities and time. V is the final velocity, u is the initial velocity, a is the acceleration and t is the time taken. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അവയെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണിത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലംസ് എങ്ങനെ വരാൻ സാധ്യതയുള്ളത്, ഇതിനകത്ത് ഒരെണ്ണം അൺനോൺ ആയിട്ടിട്ട് ബാക്കിയെല്ലാം നോൺ ആയിട്ടായിരിക്കും തന്നേക്കുന്നത്. അതിൽ നിന്ന് അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് സോൾവ് ചെയ്ത് അൺനോൺസ് കണ്ടുപിടിക്കുക. So the second equation is S is equal to ut plus half at square, where S is the distance travelled in time t. ഇതിനകത്ത് ടേംസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. S is the distance travelled in time t, u is the initial velocity and a is the acceleration. So this is the equation of motion for displacement. Next equation is v square minus u square is equal to 2as. It is the equation between velocity and displacement. And the last equation is the distance travelled in the nth second. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ Sn is equal to u plus a by 2 into 2n minus 1. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടേംസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. സോ ദീസ് ഇക്വേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളത് എഴുതി ഒരു ബോക്സിലിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യത്തക്ക രീതിയിൽ വെച്ചേക്കാം. Now coming to the numerical problems using equations of rectilinear motion. First question. A body is moving with a velocity of 5 meter per second. After 10 seconds, its velocity becomes 8 meter per second. Find the acceleration of the body and the distance travelled. So വളരെ basic ആയിട്ടുള്ള simple ആയിട്ടുള്ള ഒരു problem ആണിത്. So we have a body which is travelling with a velocity of 5 meter per second. 10 സെക്കൻഡ് എന്ന സമയം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആകും. സോ ഇനീഷ്യലി ഇറ്റ് ഹാഡ് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആഫ്റ്റർ എ ടൈം 10 സെക്കൻഡ്സ് ദ വെലോസിറ്റി ബിക്കംസ് 8 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ ഒന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി u is equal to 5 meter per second. Final velocity v is 8 meter per second and the time taken for the travel is 10 second. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സലറേഷൻ വരുന്ന ഇക്വേഷൻ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്യുന്ന ഏതാണ്? v is equal to u plus at. v is 8, u is 5, a is unknown, t is 10. So solving this we will find out, we can get the value of a as 0.3 meter per second square. അപ്പോൾ ഇതിനകത്ത് യൂണിറ്റ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, യൂണിറ്റ്സ് മിസ്റ്റേക്ക് വരാതെ എഴുതുക. Now we want to find out the acceleration of the body also. Sorry, acceleration we have already found out, it is 0.3 meter per second square. Now we have to find out the distance travelled by the body. The initial velocity 5 മീറ്ററിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി 8 മീറ്റർ ആകാൻ 10 സെക്കൻഡ് ആണ് എടുത്തത്. അത്രയും സമയം കൊണ്ട് ഇത് എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വേണ്ടത്. ഡിസ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്. അതിനകത്തുനിന്ന് നമ്മുടെ കയ്യിലുള്ള നോൺ വാല്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. ചിലപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പോസിബിൾ ആയിട്ടുണ്ടാകും. അതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടുകയും ചെയ്യും. സോ v സ്ക്വയർ മൈനസ് u സ്ക്വയർ is 2as, v വാല്യൂ is 8, u വാല്യൂ is 5, 2 and a നമുക്ക് ഇപ്പോൾ കിട്ടി 0.3 and s is the unknown. So solving this you will get the value of s as 65 meters. Next question. 3 marks A, B, C spaced at a distance of 100 meter are made along a straight road. A car starting from rest and accelerating uniformly passes the mark A and takes 10 seconds to reach the mark B and further 8 seconds to reach the mark C. Find the magnitude of acceleration of the car, the velocity of the car at A, velocity of car at B and distance of A from the starting point. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തേക്കാണ് എ, ബി ആൻഡ് സി.
അവ തമ്മിൽ AB distance is 100, BC distance is also 100. A car starting from rest. അപ്പോൾ അത് എയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, വേറെ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാറ് യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്ത് എയിലെത്തിക്കഴിഞ്ഞപ്പോൾ എയിലെത്താനായിട്ടത് ഇറ്റ് പാസസ് ദ മാർക്ക് എ എന്ന മാർക്ക് ക്രോസ് ചെയ്തതിന് ശേഷം 10 സെക്കൻഡ് കൊണ്ട് അത് ബിയിലെത്തുന്നു. ദെൻ ബി ക്രോസ് ചെയ്തതിന് ശേഷം 8 സെക്കൻഡ് കൊണ്ട് അത് സിയിലെത്തുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ കാറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, വെലോസിറ്റി അറ്റ് എയിൽ വെച്ച് അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ബിയിൽ വെച്ച് അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ എ എന്ന പോയിന്റിന് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ABC 3 പോയിന്റ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്നല്ല കാർ സ്റ്റാർട്ട് ചെയ്യുന്ന, വേറെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തുവാണ്. OA ഡിസ്റ്റൻസ് നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്, അത് തന്നിട്ടില്ല, അത് 100 അല്ല, അത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 100 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ AB എന്ന ഡിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് UA ആൻഡ് UB ബി ദ വെലോസിറ്റീസ് ഓഫ് A at A and B റെസ്പെക്റ്റീവ്ലി. അപ്പം Oയിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി UA എന്നിരിക്കട്ടെ. അത് വീണ്ടും മുന്നോട്ട് പോകുന്നു. 10 സെക്കൻഡ് കഴിയുമ്പോൾ അത് ബിയിലെത്തി. ആ ബിയിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി UB എന്നിരിക്കട്ടെ. അപ്പോൾ AB കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് S എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അതിനെടുത്ത സമയം T എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് UAയും UBയും എല്ലാം അൺനോൺ ആണ്. എസും ടിയും UAയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. S is equal to UAT plus half AT square. അപ്പോൾ UAയും UBയും എല്ലാം നമ്മൾ എടുത്താൽ അതെല്ലാം അൺനോൺ ആയിട്ട് കിടക്കുകയുള്ളൂ, നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് UA ആൻഡ് A ഇത് രണ്ടും അൺനോൺസ് ആണ്, അത് രണ്ടും വരുന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയത്. S is equal to UA into T plus half AT square. S is 100, UA is unknown, അങ്ങനെ തന്നെ കൊടുക്കുക. T നമുക്കറിയാം 10 സെക്കൻഡ് ആണ്, പ്ലസ് ഹാഫ് A unknown ആണ്, അഗെയിൻ T സ്ക്വയർ 10 സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വൺ ഇക്വേഷൻ ഇൻ UA ആൻഡ് A. ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് A UAയിലും ആക്സിലറേഷനിലും വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. 100 is equal to 10 UA plus 50 A. ഇനി നമുക്ക് AC എന്ന പോർഷൻ കൺസിഡർ ചെയ്യാം. A തൊട്ട് C വരെയുള്ള പോർഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? AB is 100, BC is also 100, so AC is 200 meter. ആ എയിൽ നിന്ന് സിയിലെത്താനുള്ള സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആണ്. കാരണം എയിൽ നിന്ന് ബിയിലെത്താൻ 10 സെക്കൻഡ്, ബിയിൽ നിന്ന് സിയിലെത്താൻ 8 സെക്കൻഡ്, സോ ടോട്ടൽ ഇസ് 18 സെക്കൻഡ്. എഗെയിൻ നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് AC കൺസിഡർ ചെയ്തത്, എന്തുകൊണ്ട് BC കൺസിഡർ ചെയ്തില്ല? BC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് UB എന്ന അൺനോൺ വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ കിടക്കുന്ന UAയിലും Aയിലുമാണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ UAയിലും Aയിലും കിട്ടിയാലേ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AC എന്ന പോർഷൻ കൺസിഡർ ചെയ്തത്. സോ S is 200, UA is unknown, അങ്ങനെ തന്നെ കൊടുത്തു. T is 18 പ്ലസ് ഹാഫ് ഇൻറ്റു A unknown ആണ്, T is 18 സ്ക്വയർ. സോ 200 is equal to 18 UA plus 162 A. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, രണ്ട് അൺനോൺസ്. നമുക്ക് ഈസി ആയിട്ട് അതിനെ സോൾവ് ചെയ്യാം. സോ അതിനെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ ചെയ്താണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ സോൾവ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1നെ ഒന്ന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 is equal to UA plus 5A എന്ന് കിട്ടും. അതിൽ നിന്ന് UAക്ക് ഒരു വാല്യൂ എഴുതി. UA is 10 minus 5A. അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. ആ 3നെ എടുത്ത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു. എന്തിനാണ്? UA എലിമിനേറ്റ് ചെയ്ത് ആ ഇക്വേഷൻ മൊത്തം എയിലാക്കാനായിട്ട്. സോ 200 is equal to 18 ഇൻറ്റു UAക്ക് പകരം 10 minus 5A plus 162A. സോ 20 is equal to ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് വന്നിട്ടില്ല കേട്ടോ, അതും കൂടെ നിങ്ങൾ എഴുതി ചേർക്കണം. 20 is equal to 72A. Therefore A is equal to 20 by 72.28 meter per second square. ആ A ഇവിടെ ഉണ്ട് കേട്ടോ, അത് ഇതിനകത്ത് PPT ആക്കിയപ്പോൾ വരാഞ്ഞതാണ്. അത് നിങ്ങളൊന്ന്
എഴുതി ചേർത്തേക്കണം. A is equal to 0.28 meter per second square. Now ആ എയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 100 is equal to 10 UA plus 50 into 0.28. അതിൽ നിന്ന് UA നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. 8.6 meter per second. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് എ ബിയും എ സിയും കൺസിഡർ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. എ ബിയും എ സിയും എടുത്താലേ നമുക്ക് സെയിം സെറ്റ് ഓഫ് അൺനോൺസ് യു എയും എയും അൺനോൺ ആയിട്ട് കിടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്തത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളോട് വെലോസിറ്റി അറ്റ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് ദ സ്ട്രെച്ച് ബി സി. ബി സി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഇസ് 100 മീറ്റർ. ആക്സലറേഷൻ സെയിം തന്നെ ആയിരിക്കും, കാരണം ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് യൂണിഫോം ആക്സലറേഷൻ ആണെന്ന്. അതായത് ആക്സലറേഷൻ ചേഞ്ച് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. So A is 0.28 meter per second square and T is 8 seconds. So S is equal to UB into T plus half AT square. S is 100, UB is unknown, T is 8. T 8 എങ്ങനെയാണ് വന്നത്? ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് B തൊട്ട് C വരെ പോകാനായിട്ട് 8 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. So T is 8 plus half into A acceleration value നമുക്ക് കിട്ടി 0.28 into 8 square. So UB is equal to 11.5 meter per second. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എ വരെ ഉള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള വെലോസിറ്റി നമുക്ക് യു ഒ എന്ന് വിളിക്കാം. അപ്പോൾ അത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യു ഒ ഇസ് 0. യു എ ഇസ് 8.6 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒ എ എന്ന് പറയുന്ന സ്ട്രെച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ യു ഒ ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് UA is the final velocity. So V square minus U square is equal to 2AS എന്നാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അതിനകത്ത് V എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി ആണ്. സോ OA എന്ന സ്ട്രെച്ചിൽ UA ആണ് ഫൈനൽ വെലോസിറ്റി. എയിൽ എത്തിക്കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് ഫൈനൽ വെലോസിറ്റി. സോ വിക്ക് പകരം നമുക്ക് UA കൊടുക്കാം. സോ UA സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒയിലുള്ള വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് UO. So UA square minus UO square is equal to 2AS. UA നമുക്കറിയാം 8.6 meter per second ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. So 8.6 square minus 0 is equal to 2 into 0.28 into S. ഇവിടെയും ആക്സലറേഷൻ്റെ വാല്യൂ 0.28 തന്നെയാണ്, കാരണം അത് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ലാസ്റ്റ് വരെയും അതിന് യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ S മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. You can solve the value of S. You will get it as 132.1 meter. That is, the distance from the starting point O to the point A is 132.1 meter.